ഈ കിഴക്കേക്കോട്ട ഏത് ഭാഗത്തായിട്ട് വരും? ഇവിടുന്ന് ഇറങ്ങി നേരെ ലെഫ്റ്റിലേക്ക് പോയാൽ ഒരു ശ്രീരാമക്ഷേത്രമുണ്ട്. ആ ഇപ്പം സാർ അവിടെ ഉണ്ടാകാൻ വഴിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഇപ്പോഴത്തെ രക്ഷാധികാരി മൂപ്പരാ. ഓ ശരി. ആ ഇവിടുന്ന് പോയി. ഭഗവാനെ രക്ഷിക്കണേ. വേണ്ട, ക്ഷമിക്കണം, ഞാൻ തേങ്ങ ഉടച്ചപ്പോ അറിയാണ്ട്. സോറി. അയാള് തേങ്ങ ഉടച്ചതല്ലേ, എന്നെ ആക്രമിച്ചതൊന്നും അല്ലല്ലോ. അതും കൊടുത്തേക്ക്. അയ്യോ കുഴപ്പമില്ല, വച്ചോളൂ, ആവശ്യം കഴിഞ്ഞ് തന്നാ മതി. ഓ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. ഞാനിവിടെ ആദ്യമായിട്ടാ. എവിടുന്നാ? പൂനെന്നാ. പൂനെന്ന് തേങ്ങ ഉടയ്ക്കാൻ വേണ്ടിയാണോ ഈ അമ്പലത്തിൽ വന്നത്? അമ്പലത്തിൽ കയറിയപ്പോ തേങ്ങ ഉടച്ചെന്നുള്ളൂ. ഞാനിവിടുത്തെ പോസ്റ്റ് ഓഫീസിൽ വന്നതാ. എൻ്റെ അച്ഛനെ ചിലപ്പോ പറഞ്ഞാൽ അറിയുമായിരിക്കും. ആ ചേട്ടാ, അച്ഛനൊന്ന് കൊടുത്തേ. കൊടുക്കാം. ചേട്ടനാ. ഹലോ അച്ഛാ, ആ വീരഭദ്രന്റെ മകൻ നാട്ടിലെത്തിയിട്ടുണ്ട്. ഹലോ ഹലോ. വീരഭദ്രൻ വീരഭദ്രൻ വീരപ്പനാ? വീരഭദ്രൻ അച്ഛാ, വീരഭദ്രൻ. വിജയഭദ്രനാണോ? വീരഭദ്രൻ. ഒന്നും കേൾക്കുന്നില്ലടാ, നീ വീട്ടിലേക്ക് വാ. ആ, ഇവിടെ ആരെ കാണാൻ വന്നാ പറഞ്ഞേ? ഇവിടെ കിഴക്കേക്കോട്ടയിലെ കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു എന്റെ മോളാ. ഓ, എന്താ കാര്യം? അല്ല, ഞങ്ങൾ ഒരുമിച്ചാ ട്രെയിനിൽ വന്നതേ. കൃഷ്ണയുടെ ഒരു പുസ്തകം മറന്നു വെച്ചത് എനിക്ക് കിട്ടി. അപ്പൊ അത് തരാനായിട്ട് അതിൽ എനിക്ക് അഡ്രസ് കിട്ടിയതേ. ഓ, പിന്നെ എനിക്കൊരു സഹായം ചെയ്ത. എന്ത് സഹായം? അത് എന്റെ അച്ഛൻ എന്റെ അവിടെ നടയടക്കാറായി. ആ, എന്നാ നമുക്ക് വീട്ടിൽ ചെന്ന് സംസാരിക്കാം. ഞങ്ങളെ കാണാൻ വന്ന ആള് ഞങ്ങളുടെ അതിഥിയാണ്. ഓഹ്, അന്നപൂർണേശ്വരിയ, തൊഴുതോളൂ. ഇതെന്താ വീടിനുള്ളില് അമ്പലം? തലമുറകളായി കൈമാറി വരുന്ന സമ്പ്രദായങ്ങളും വിശ്വാസവും. ഇവിടെ വരുന്ന ഓരോ ആളും ഞങ്ങളുടെ അതിഥിയാ. ഓ, അതിഥി ദൈവത്തെ പോലെ. ഇന്നത്തെ അതിഥി ഇയാളാ. ആയിക്കോട്ടെ. മുത്തശ്ശന്റെ പൊന്നുമക്കൾ എത്തിയോ? വാ. നിങ്ങൾ എപ്പോ വന്നു? കുറച്ചു നേരം. വീട്ടിലെല്ലാവർക്കും സുഖമല്ലേ? അതെ, കോവിലിലെ പൂജയൊക്കെ ഭംഗിയായി കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാം ശ്രീരാമന്റെ അനുഗ്രഹം മോളെ. ആ, ഇതെന്റെ മൂത്ത മോന്റെ ഭാര്യ മുത്തുമണി. എവിടെ പോയി?
എന്താ എന്താ നോക്കുന്നേ? അല്ല, മനുഷ്യരെ മൃഗങ്ങളെ പോലെ കാണുന്ന നമ്മുടെ നാട്, ഇവിടെ മൃഗങ്ങളെ മനുഷ്യരെ പോലെ ഈ വീട്ടിൽ പരിചരിക്കണം കണ്ടപ്പോ അത്ഭുതം തോന്നി. പശുക്കളെ ആരാധിക്കുന്ന കുടുംബ പാരമ്പര്യ ഞങ്ങളുടേത്. ഓ. ഗോമാതാക്കൾ ഐശ്വര്യവും സമാധാനവും കുടുംബത്തിന് നൽകും. എന്താ പറയുന്നേ? സാറേ, ഇത് വീടോ കൊട്ടാരോ? ഹോ, ഒരു ചായ കിച്ചണിൽ നിന്ന് ഇവിടെ ഡൈനിങ് ടേബിൾ എത്തുമ്പോഴേക്കും തണുത്തുണ്ടാവൂല്ലേ? ശരിക്കും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് പോണ്ടി വരും ഓരോ റൂമിലേക്ക്. ഇന്നത്തെ അതിഥി എനിക്ക് മനസ്സിലായില്ല. ഞാൻ രാമു, രാമചന്ദ്രൻ. സാറല്ല സഹായം. കൃഷ്ണമോളെ അവിടെ മോളിലുണ്ട്. അവളെ വിളിക്കേ. കൃഷ്ണ, കൃഷ്ണ, ദേ വരുന്നമ്മ. ദേ വിളിക്കുന്നു, വേഗം ചെല്ലേ. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോവാം. വിളിച്ചിട്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് ചീത്തപ്പേര്. എഴുന്നേറ്റേ. ആ, കണ്ടില്ലേ ടോക്കൊന്ന് ഉറപ്പ് കാണിക്കുന്നേ. കൃഷ്ണ ചെല്ലേ. രാമു, ഹായ്. what a surprise. രാമു എങ്ങനെ ഇവിടെ? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. ആളെ മനസ്സിലായോ? ഈ രാമുവാ എന്റെ കൂടെ ട്രെയിനിലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞത്. അല്ല, രാമു എന്താ സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നേ? ഇറങ്ങാൻ നേരം ഞാൻ നോക്കുമ്പോ കൃഷ്ണ മറന്നു വെച്ച ഡ്രോയിങ് ബുക്ക് സീറ്റിനിടയിലെ. പിന്നെ ഞാനിത് കീറാതെ സൂക്ഷിച്ചെടുത്തപ്പോഴേക്കും ട്രെയിൻ വിട്ടുപോയി. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് എത്തിയത്. താങ്ക് യു. ഈ ഡ്രോയിങ് ബുക്ക് തരാൻ വേണ്ടിയാണോ താൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത്? ഒരു സഹായം ഞാൻ. ഈ ബുക്കൊന്ന് കളഞ്ഞു പോകാൻ ഇവിടെ എല്ലാരും കൂട്ട പ്രാർത്ഥനയാ. എനിവേ, നമ്മളൊന്നും പരിചയപ്പെട്ടില്ലല്ലോ. ഞാൻ ഡോക്ടർ രാജീവ്. ഹലോ, ഞാൻ രാമു. രാമു, ഫ്രഷ് ആയിട്ട് വാ, നമുക്ക് ആഹാരം കഴിക്കാം. വാ. ആ, വന്നോളൂ. അങ്കിളെ വാ, നമുക്കൊരു ഗെയിം കളിക്കാം. മാമ്പഴപ്പുളിശ്ശേരി കുറച്ചൊഴിക്കട്ടെ? പിന്നെ മാമ്പഴ പുളിശ്ശേരി എനിക്ക് ഭയങ്കര ഇഷ്ടാ. അമ്മ മരിക്കണതിന് മുമ്പ് ഒരുപാട് ഉണ്ടാക്കി തന്ന. മതി 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 മതി. കുറച്ചുകൂടി കഴിക്കുന്നേ. അയ്യോ മതി. കുറച്ച് വയറ് ബാക്കി വെച്ചാലേ ഇനി പായസം കഴിക്കാൻ പറ്റൂ. പായസം കഴിച്ച ശേഷം ഒരല്പം ചോറും മോരും കൂട്ടി കഴിക്കണം, എന്നാലേ സദ്യ പൂർണ്ണമാകൂ. അങ്ങനെ കൂടുതൽ കഴിച്ചാൽ നാളെ ചിലപ്പോൾ ഒരു വാർത്ത വരും. കൗതുക വാർത്തകൾ. ആക്രാന്തം കൊണ്ട് അമിതമായി ഭക്ഷണം വാരിക്കോരി കഴിച്ച രാമു എന്നയാൾ വയർ പൊട്ടിത്തെറിച്ച് മരിച്ചു. അങ്ങനെ കേൾക്കുന്നത് മോശമല്ലേ? ഇത്രയും ചിരിക്കാൻ മാത്രം എനിക്കൊന്നും തോന്നിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, എന്തോ ഒരു ലക്ഷ്യം വെച്ചാ അയാളോട് വന്നിട്ടുള്ളൂ. എന്ത് ലക്ഷ്യം? പറയട്ടെ, നീ തന്നെ ലക്ഷ്യം. അതെ, കല്യാണത്തിന് ശേഷം പറയാൻ എന്തെങ്കിലും ഇത്തിരി ബാക്കി വെച്ചേക്കണേ.